വെൽക്കം യു ഓൾ ടു കേരള സ്കൂൾ ട്യൂഷൻ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ ഒരുപാട് നാളായില്ലേ 7th സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 7ാം ക്ലാസ്സിൻ്റെ മാത്സ്, അതിൻ്റെ 3rd ചാപ്റ്റർ അൺചേഞ്ചിങ് റിലേഷൻ. ഓക്കെ, ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് 3rd ചാപ്റ്ററാണ് അൺചേഞ്ചിങ് റിലേഷൻ. സോ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തോ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു, എന്തോ ഒരു ബോക്സ് ഒക്കെ കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്നു എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്. അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും റൈറ്റ് സൈഡിൽ കാണുന്നതും സെയിം ആണെന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയും LHS RHS എന്ന് പറയും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതും RHS, റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതും സെയിം ആണെന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സ് പ്ലസ് വൈ, അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്. ഓക്കെ, സോ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്. സോ ഇത് ഞാൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റ് എനിക്ക് ലീവ് ചെയ്യാം, പിന്നെ മൈനസ് ഗുണം ഇസഡ്. സോ എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റ് മൈനസ് ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് തന്നെയാണ്, അതി വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, മനസ്സിലായോ? സോ ഇതിനെ എനിക്ക് എഴുതാം. ഇപ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്, അതിനെ ഞാൻ എക്സിനെ പുറത്ത് വെച്ചിട്ട് പ്ലസ് അവിടെ ഇട്ടു, വൈക്കും ഇസഡിനും കൂടെ ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുക. സോ ഒരു കാര്യത്തിന് ബ്രാക്കറ്റ് കൊടുത്താൽ അതിൻ്റെ പ്രത്യേകത എന്തുവാ? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്, ഈ ബ്രാക്കറ്റ് എനിക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പ്ലസ് എന്ന് പറയുന്നത് +1 ആണെന്ന് അസ്യൂം ചെയ്യും. ഇതുകൊണ്ട് ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ പ്ലസ് ഇൻറ്റു വൈ പ്ലസ് വൈ പ്ലസ് ഇൻറ്റു മൈനസ് ഇസഡ് മൈനസ് ഇസഡ്. സോ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് അല്ലേ രണ്ടും. സോ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്, എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്, എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതും RHSഉം LHSഉം RHSഉം സെയിം ആണ്, കറക്റ്റാണ്. നോക്കാം നമുക്ക്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തോ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ആൾജിബ്ര. സോ ആൾജിബ്ര എന്ന് പറയുന്നത് ആൾജിബ്രായിക് ഇക്വേഷൻസ് നിങ്ങൾ എപ്പോഴും കേൾക്കും. ആൾജിബ്രായിക് ഇക്വേഷൻസ്, അതാണ് ഈ ആൾജിബ്ര. ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതൊരു ആൾജിബ്രായിക് ഇക്വേഷൻ ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റ് മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്. സോ ബോഡ്മാസ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബോഡ്മാസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് എപ്പോഴും ഒരു ബ്രാക്കറ്റ് തന്നിരുന്നാൽ അതിനകത്തുള്ളത് നമ്മൾ സോൾവ് ചെയ്യണം. എന്നിട്ട് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വേറെ രീതി ഓപ്പൺ ചെയ്യാൻ വരും. അതാണ് ഈ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് ഞാൻ പറയാൻ കാരണം, ഇതിൽ എനിക്ക് ഏത് നമ്പർ കൊടുത്താലും എനിക്കിത് ട്രൂ ആയിരിക്കണം. സോ ഈ സൈഡിൽ വരുന്ന LHSൽ വരുന്നതും RHSൽ വരുന്നതും ഏതൊരു നമ്പർ ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്തായിരിക്കും ട്രൂ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ അപ്ലൈ, ലെറ്റ്സ് ടേക്ക് 1. എക്സ് ഈസ് ഈക്വൽ ടു 3 നമ്പർ അല്ലേ, എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 2, സെഡ് ഈസ് ഈക്വൽ ടു 3. സോ ഞാൻ അസ്യൂം ചെയ്യാം. ലെറ്റ്സ് എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 2, ഇസഡ് ഈസ് ഈക്വൽ 3. സോ എക്സിൻ്റെ വാല്യൂ എത്ര? 1 പ്ലസ് വൈയുടെ വാല്യൂ എത്ര? 2. ബ്രാക്കറ്റ് അതുപോലെ ഇട്ടേരെ. മൈനസ് സെഡിൻ്റെ വാല്യൂ എത്ര? 3. അതേപോലെ റൈറ്റ് സൈഡിൽ നിങ്ങൾ 1ൻ്റെ വാല്യൂ 1 പ്ലസ് വൈയുടെ വാല്യൂ 2 മൈനസ് സെഡിൻ്റെ വാല്യൂ 3. ഇനി സോൾവ് ചെയ്ത് നോക്കിയേ. 1 പ്ലസ് 2, ഇതാദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, ബ്രാക്കറ്റ് ആയിരുന്നു. 1 പ്ലസ് 2 3 മൈനസ് 3, ഇങ്ങനെ എഴുതണം കേട്ടോ. ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈൻ, ഒരു ലൈനിൽ ഒരു ഓപ്പറേഷനെ നിങ്ങൾ ചെയ്യാവൂ. ഇവിടെ ഞാൻ ചെയ്ത ഓപ്പറേഷൻ എന്തുവാ? ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ചെയ്തത്. അതായത് ബ്രാക്കറ്റിനകത്തുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തീർത്തു. -3 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 മൈനസ് 3 എത്രയാണ്? -1 ആണ്. ശരിയല്ലേ? 2 മൈനസ് 3 -1 തിരിച്ചറിയാൻ ഞാൻ വേണ്ടി ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ 2 മൈനസ് 3 -1 ആണ്. ഇതിനെ നിങ്ങൾക്ക് എഴുതാം 1 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1 മൈനസ്. സോ ഇവിടെ 3 മൈനസ് 3യും ഇവിടെ 1 മൈനസ് 1ഉം ആണ്. 3 മൈനസ് 3 0 ആണ്, 1 മൈനസ് 1 0 ആണ്.
ദാറ്റ് മീൻസ് എക്സിന് 1 വൈക്ക് 2 സെഡിന് 3 എന്ന് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എൽ എച്ച് എസും ആർ എച്ച് എസും ട്രൂ ആയി. ദാറ്റ് മീൻസ് ദിസ് ആൾജിബ്രായിക് ഇക്വേഷൻ ഈസ് ട്രൂ. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിനും വൈക്കും ഇസഡിനും വേറെ വാല്യൂ കൊടുക്കണം. സപ്പോസ് ഞാൻ എക്സിന് 10, വൈക്ക് 12, സെഡിന് നിങ്ങളൊരു നമ്പർ പറ, എത്ര കൊടുക്കണം? 6 കൊടുക്കട്ടോ, 7 കൊടുക്കട്ടോ, 20 കൊടുക്കട്ടോ? 20 കൊടുക്കട്ടെ. സോ 20. ഇവിടെ കൂടിയല്ലേ 1, 2, 3, ഇവിടെ അങ്ങനെ ഒരു റിലേഷനും ഇല്ലല്ലോ. സോ എനി 3 നമ്പർ ഐ ആം ടേക്കിംഗ്. സോ അഗെയിൻ സെയിം ഇക്വേഷൻ ഞാൻ എടുക്കണം. എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്, എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്, എക്സ് പ്ലസ് വൈക്ക് ബ്രാക്കറ്റ് ഉണ്ട്, ഈസ് ഈക്വൽ ടു equal to x plus y minus z. Okay, so x plus y, x ന്റെ വാല്യൂ ഇട്ടുകൊണ്ട് 10 പ്ലസ് y യുടെ വാല്യൂ എത്ര? 12. ബ്രാക്കറ്റ് അതുപോലെ ബ്രാക്കറ്റ് ഒന്നും മിസ്സായി പോകരുത് ഒരിക്കലും. മൈനസ് z ന്റെ വാല്യൂ 20 ഈസ് ഈക്വൽ ടു x ന്റെ വാല്യൂ 10 പ്ലസ് y മൈനസ് z, y 12 മൈനസ് z എന്ന് പറയുന്നത് 20. സോ ബ്രാക്കറ്റിലുള്ളത് ആദ്യം സോൾവ് ചെയ്യണം. 10 പ്ലസ് 12 22 മൈനസ് 20. സോ ആർ എച്ച് എസ് നോക്കട്ടെ. ആർ എച്ച് എസ് എന്ന് പറയുന്നത് 10 പ്ലസ് 12 മൈനസ് 20 എത്ര? മൈനസ് ആയിരിക്കും വരുന്നത്, മൈനസ് 8. 20 നിന്ന് 12 കുറച്ചിട്ട് മൈനസ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. സോ മൈനസ് 8. സോ അതിനെ എനിക്ക് എഴുതാൻ പറ്റും 10 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്, മൈനസ് 8. ഇവിടെ എന്തുവാ? 22 മൈനസ് 20. 22 മൈനസ് 20 എത്രയാണ്? 2. 10 മൈനസ് 8 എത്രയാണ്? 2. So LHS and RHS is true. That means this algebraic equation is true. മനസ്സിലാവുന്നോ? സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആൾജിബ്ര ഇക്വേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉള്ള 2 ഇക്വേഷൻസ് തരും. മീൻസ് ഒരു ഇക്വേഷനിൽ തന്നെ ഒരു ലൈനിൽ തന്നെ 2 പാർട്ട് കാണും, എൽ എച്ച് എസും ആർ എച്ച് എസും. സോ 2 ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്, എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്. സോ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഈ വാല്യൂസ് രണ്ടും സെയിം ആയിരിക്കും. അതാണ് ഈ ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർ ഏതെങ്കിലും ഒരു കാര്യത്തിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ജനറലൈസ്ഡ് ആയിട്ട് എക്സും വൈയും ഇസഡും ഒക്കെ എഴുതാൻ പറ്റും. അതിനെ ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ പറയുക 1 പ്ലസ് 2 3. മനസ്സിലാവുന്നു? 1 പ്ലസ് 2 3. എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏതെങ്കിലും 2 വാല്യൂ കൂട്ടിയാൽ 3 വരുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? പക്ഷെ അതേ സമയത്ത് എനിക്ക് പറയാൻ പറ്റും 2 പ്ലസ് 2 ഇൻറ്റു വേണ്ട വിട്ടേരാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വിട്ടേരാം. സോ ആൾജിബ്രായിക് ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ? സോ ഈ നമ്മൾ നമ്പേഴ്സിന് പകരം ലെറ്റർ ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിനാണ് ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് പറയുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് എന്തോ കൊടുത്തിരിക്കുന്നത് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് മെഷേഴ്സ് ആൻഡ് റിലേഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ ചിലത് കൊടുത്തിട്ടുണ്ട്, ബ്ലൂയിഷ് സൈഡിൽ ചിലത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പേജ് ബൈ പേജ് ഞാൻ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാം. വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരുന്നോണം. ആദ്യത്തെ പേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പെരിമീറ്ററിനെ കുറിച്ചും വോളിയത്തെ കുറിച്ചുള്ള ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണ്, ശരിയല്ലേ? സ്ക്വയർ എന്ന് വെച്ചാൽ എന്തുവാ? സ്ക്വയർ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. ക്വാഡ്രിലാറ്ററൽ മീൻസ് 4 സൈഡ് ഉള്ളതിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇഫ് എ ക്വാഡ്രിലാറ്ററൽസ് ഓൾ സൈഡ്സ് ഹാവ് ഈക്വൽ വാല്യൂ, ദാറ്റ് ഈസ് നോൺ ആസ് എ സ്ക്വയർ. സോ ഹിയർ 3 3 3 3 എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണ്. Then what is rectangle? It's a quadrilateral. Its opposite sides are equal. So it's a quadrilateral. 4 sides ഉണ്ട്, opposite side. So ഇവിടെ x എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെയും x ആയിരിക്കും. ഇവിടെ y എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് y ആയിരിക്കും.
സോ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, സർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ അവർ എപ്പോഴും റെക്റ്റാങ്കിൾ ആയിരിക്കുമോ? ഇല്ല. പ്ലസ് ഇവിടെ 90 ഡിഗ്രി വരികയും വേണം. കാര്യം നിങ്ങൾ പാരലലോഗ്രാം കണ്ടിട്ടുണ്ടായിരിക്കും. പാരലലോഗ്രാം ഇങ്ങനെ ഇരിക്കും പാരലലോഗ്രാം. സോ പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്തുവാ? അതും ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആണ്, ഈക്വൽ ആണ്. സോ ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ്, വൈ വൈ ആണ്. പക്ഷെ ഇത് റെക്റ്റാങ്കിൾ ആണോ? അല്ല. കാര്യം എന്തുവാ? പാരലലോഗ്രാമിന്റെ ആംഗിൾസ് ഒരിക്കലും 90 ഡിഗ്രി ആയിരിക്കില്ല. സോ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ പ്ലസ് 90 ഡിഗ്രി ആയിരിക്കും അതിന്റെ ഇന്റേണൽ ആംഗിൾ. ദെൻ അല്ലെങ്കിൽ ഈക്വൽ ഇന്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. പിന്നെ സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഡെഫിനറ്റ്ലി അതിന്റെ ഇന്റേണൽ ആംഗിളും 90 ഡിഗ്രി തന്നെ ആയിരിക്കും സ്ക്വയർ. ഇനി ഒരു സ്ക്വയറിൻ്റെയോ, ഇവിടെ സ്ക്വയറും റെക്റ്റാങ്കിളും മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പാരലലോഗ്രാം ഇവിടെ നിന്ന് മായ്ച്ചു കളയുവാണ്. സോ ഇവിടെ അഗൈൻ ഒരുപാട് പ്രാവശ്യം പറയുന്നല്ലേ, മാറ്റാം. ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സ്ക്വയറിന്റെ ഏരിയ എന്താണ്? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ശരിയല്ലേ? ലെങ്ത് എന്ന് പറയുന്നത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. ഒരു സ്ക്വയറിന്റെ കാര്യത്തിൽ നമുക്കറിയാം ലെങ്തും ബ്രെഡ്ത്തും സെയിം ആണ്. സോ ലെങ്ത് ഇവിടെ 3, ബ്രെഡ്ത്ത് 3. സോ 3 × 3 9. ഓക്കെയാ? ഇവിടെ ഇനി എനിക്കത് ഇങ്ങനെ സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഒരു സ്ക്വയറിന്റെ കാര്യത്തിൽ അതിന്റെ എല്ലാ സൈഡും സെയിം ആയിരിക്കും. സപ്പോസ് ഞാൻ ഇവിടെ 3ക്ക് വരെ എക്സ് എന്ന് കൊടുക്കുക. ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെയും എക്സ് ആയിരിക്കും, ഇവിടെയും എക്സ് ആയിരിക്കും. സോ വാട്ട് ഈസ് ഏരിയ? ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഓർ അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് എക്സ് ഇൻറ്റു എക്സ് ഓർ എക്സ് സ്ക്വയർ. ഇനി ആരെങ്കിലും നിങ്ങളോട് ഒരു സ്ക്വയറിന്റെ ഏരിയ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. ഏരിയ ഓഫ് എ സ്ക്വയർ ഇഫ് ദ സൈഡ് ഈസ് ഗിവൺ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ. സോ ഇവിടെ ഈ ഒരു സ്ക്വയറിൽ ഇതിന്റെ സൈഡ് 3 എന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? 3യുടെ സ്ക്വയർ. 3യുടെ സ്ക്വയർ എത്ര? 9. 3 9. 3 × 3 9. യെസ് ഓർ നോ? സോ ഈ എക്സ് സ്ക്വയർ നിങ്ങൾ എഴുതിയില്ലേ? സോ ദിസ് എക്സ് സ്ക്വയർ ഈസ് വാലിഡ് ഫോർ ഓൾ വാല്യൂസ്. Let it be if the square's side measurement changes. Let it be 4, let it be 5, let it be 10, let it be 120. Whatever it is, the area will be x square, side square. That is, whatever the side value, if it is 10, 10 square 100 is the area. Okay, so this x square, this is known as an algebraic equation. Now comes to a rectangle. റെക്ടാങ്കിളിന്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം റെക്ടാങ്കിളിന്റെ കാര്യത്തിൽ സൈഡിൽ എക്സും ഉണ്ട്, വൈയും ഉണ്ട്. സോ റെക്ടാങ്കിളിന്റെ കാര്യത്തിൽ അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? റെക്ടാങ്കിളിന്റെ കാര്യത്തിൽ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. എക്സ് ഇൻറ്റു വൈ. ഇനി ഈ ഇൻറ്റു മാർക്ക് ഉണ്ടല്ലേ, അത് നിങ്ങൾ എപ്പോഴും എഴുതണമെന്നില്ല. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എക്സ് വൈ ഇങ്ങനെ എഴുതിയാൽ മതി. എക്സ് വൈ എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എക്സ് ഇൻറ്റു വൈ എന്ന് തന്നെയാണ്. മനസ്സിലാവുന്ന? എക്സ് ഗുണം വൈ ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ എക്സ് വൈ. ഓക്കെ, സോ ദിസ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. ദിസ് ഈസ് ആൻ ആൽജിബ്രായിക് ഇക്വേഷൻ. സോ ഇപ്പോൾ ഇതിന്റെ ലെങ്ത് 5 എന്നും ഇതിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് 3 എന്നും തന്നാൽ നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. സോ 5 × 3 i 3 15, 5 × 3 15. Clear? So algebraic equation for finding area of a rectangle, it is xy. Area of a square, it is x square. Clear? Area. Then perimeter. Perimeter എന്ന് വെച്ചാൽ എന്താ? പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ് എന്ന പെരിമീറ്റർ, ചുറ്റിനുമുള്ള അളവ്. So how do you find the perimeter of this square? One side plus one side plus one side plus one side. That means perimeter of this particular square is 3 plus 3 plus 3 plus 3. So you can do in this way. 3 plus 3 6 plus 3 9 plus 3 12.
or you can do it like 4 into 3. 4 പ്രാവശ്യം 3കൾ കൂട്ടുന്നതിനേക്കാൾ എളുപ്പമാണ്. 4 പ്രാവശ്യം 3കൾ കൂട്ടുന്നതിനേക്കാളും സം ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് 4 into 3 എന്ന് ചെയ്യുന്നത്. That is also 12. So, if someone asks me what is the perimeter of a square, I can easily tell them 4x for any value of x. So here the x is 3, the side is 3. So I could say the perimeter P is equal to 4x. Here x is 3. So I could say it is 4 into 3. 4 into 3. ഒരിക്കലും നിങ്ങൾ മണ്ടത്തരം കാണിച്ചു കളയരുത്. 4x എന്ന് എഴുതി, അതുകൊണ്ട് 3ക്ക് ഞാൻ വാല്യൂ ഇടുമ്പോൾ സാറേ 4 3 എന്ന് എഴുതിയാൽ ഇത് ഇൻറ്റു അല്ല, അത് 43 43 എന്ന് നമ്മൾ വായിക്കും. ഓക്കെ, കോമൺ സെൻസ് ഉപയോഗിച്ചോണം എപ്പോഴും. സോ 4x, ഓക്കെ. സോ എക്സിന് ഞാൻ വാല്യൂ റീപ്ലേസ് ചെയ്യുമ്പോൾ ഞാൻ ഇൻറ്റു സൈൻ കൂടെ അവിടെ ഇട്ട് കൊടുത്തു, എന്നാലേ എനിക്ക് മനസ്സിലാവും. 4 into 3, 4 ഗുണം 3 12. സോ പെരിമീറ്റർ ഈസി ആയിട്ട് എനിക്ക് കണ്ടെത്താം. So perimeter of a square, what is its algebraic equation? It is 4x for any value of x. Now rectangle എടുത്താലോ, അതിന്റെ പെരിമീറ്റർ എങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്നത്? ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടെത്താൻ ഇത് മായ്ക്കുമെന്ന് ഞാൻ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടെത്താൻ സിമിലർ ഐഡിയ ആണ് അവിടെ ഉള്ളത്. സോ പെരിമീറ്റർ P is equal to ഓരോ സൈഡിന്റെ വാല്യൂ നിങ്ങൾ കൂട്ടണം. ഇപ്പോൾ എക്സ് നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ, ഇപ്പോൾ 5 3 ആണെങ്കിൽ ഇവിടെ ഈ 5 3 ആയിരിക്കും. ഇങ്ങനെ ഞാൻ കൂട്ടുന്നത് 5 + 3 + 5 + 3, 5 + 3 + 5 + 3. സോ 5 + 2 പ്രാവശ്യം 5 ഉണ്ട്, അത് എനിക്ക് ഇങ്ങനെ എഴുതാലോ, 5 + 5 + 3 + 3. ഹൗ വിൽ ഐ ഡു ഇറ്റ്? 5 + 5 10, 10 plus 3 13, 13 plus 3 16. That is one way. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും? 5 2 പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഞാൻ എഴുതാം, എനിക്ക് ഇവിടെ എഴുതാം 2 into 5 പ്ലസ് ഇവിടെ 3 2 പ്രാവശ്യം കൂട്ടുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമാണ് 2 into 3. ശരിയല്ലേ? സോ 2 into 5 എന്താണ്? ബ്രാക്കറ്റും കൂടെ ഇട്ടേക്കണം. 2 into 5 എന്താണ്? 10 പ്ലസ് 2 into 3 എന്താണ്? 6 ആണ്, 16. മനസ്സിലായോ? ഓക്കെ. സോ ഇനി ഇതിന്റെ ആൾജിബ്ര ഇക്വേഷൻ നമ്മൾ കണ്ടെത്താൻ പോവാ. ഇപ്പോൾ 5 3 ഇടുന്നതിന് പകരം എക്സ് വൈ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിന്റെ ആൾജിബ്രായിക് ഇക്വേഷൻ കിട്ടും. സോ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ആരെങ്കിലും ചോദിച്ചാൽ ഫോർ സൈഡ് എക്സ് ഫോർ വൈ ഇറ്റ് ഈസ് 2x plus 2y for 2 into x plus y. Both are same. ഒന്നുകിൽ നിങ്ങൾക്ക് 2x plus 2y എന്ന് പറയാം, അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും 2 പുറത്തെടുക്കാം, x plus y. സോ ഈ ബ്രാക്കറ്റ് ഞാൻ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇത് കിട്ടും. 2 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യും, 2x പ്ലസ് അതുപോലെ ഇടും. 2 കൊണ്ട് ഞാൻ y മൾട്ടിപ്ലൈ ചെയ്യും, 2y. ഓക്കെ. സോ ദ ആൾജിബ്രായിക് ഇക്വേഷൻ എവരിവൺ, ഇതിൽ നിന്ന് നമുക്ക് എന്തോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. algebraic equation or the short form അല്ലെങ്കിൽ easy way to find ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വിത്ത് സൈഡ് x സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണ്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് x സ്ക്വയർ ആണ്. if it is a rectangle x y, so x y എന്ന് പറയുന്ന രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഉള്ള അഡ്ജസന്റ് സൈഡ്സ് ഉള്ള എക്സും വൈ ഉള്ള ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 into x plus y ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് xy ആണ്. മനസ്സിലാവുന്നോ? സോ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ മെജോറിറ്റി ടൈമിൽ നിങ്ങൾക്ക് സ്വയം സോൾവ് ചെയ്യാൻ പറ്റും, എല്ലാം ഈസി ആയിട്ട്. ഫൈൻ. സോ ഇവിടെ നിങ്ങൾക്ക് പിന്നിരുന്ന് വേണേൽ വായിച്ച് നോക്കാം. ഏതെങ്കിലും സെൻറ്റൻസ് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞാൽ മതി. മലയാളത്തിൽ നടക്കുന്ന ഇതൊന്നും എല്ലാം വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 into s എന്ന് പറയുന്നത് സൈഡാണ്. ഓക്കെ, s ഈസ് ദ സൈഡ് ലെങ്ത് ആണ്. ഇത് ഏതിൻ്റെയാണ്? സ്ക്വയറിൻ്റെ കാര്യമാണ്.
അതിനെ നിങ്ങൾക്ക് 4s എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ വായിച്ച് നോക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി റെക്ടാങ്കിൾ ആണല്ലോ, വാട്ട് അബൌട്ട് റെക്ടാങ്കിൾ ഇൻസ്റ്റെഡ് ഓഫ് എ സ്ക്വയർ? If we know the length of two unequal sides, how do we find out the perimeter? If we denote the length of a side as L, B as breadth, okay? So L and B, perimeter P, how do we write the relation between P, L and B? ഏതിന്റെ കാര്യത്തിലാ? റെക്ടാങ്കിളിന്റെ കാര്യത്തിൽ. perimeter P is equal to 2 into L plus B. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം 2L plus 2B. രണ്ടും സെയിം ആണ്. How do we write the relation between length of sides of a rectangle and its area using letters? Area ആണെങ്കിലോ, area ആണെങ്കിൽ length into breadth LB നിങ്ങൾക്ക് എഴുതാം. So area is equal to L into B, LB. Fine. So ഇവിടെ ഏരിയ കണ്ടവർ പറഞ്ഞിട്ടില്ല. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് S സ്ക്വയർ ആണ്. S into S സ്ക്വയർ അല്ലേ? ക്ലിയർ? സോ റൈറ്റ് സൈഡ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്തോ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി പോലെ പറഞ്ഞിരിക്കുക. ഞാനൊന്ന് പറയണോ? അത് ആണെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം. അത് ഇനി വായിച്ചില്ല എന്ന് പരാതി വേണ്ട. എവരിവൺ കെയർഫുൾ. We can draw squares of different sizes. Squares of different sizes. The perimeter and area change with the length of the sides. True. But in all the squares, the perimeter is always 4 times of the length of the sides. So 4 times the length of the sides. That's what we have written here, 4s. So 4s ആയിരിക്കും perimeter. And the area is the product of length of side by itself. So length of side is s by itself. S into s, that I have written as s square. So S സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് S into S എന്ന് എഴുതാം. ഓക്കെ, സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ S സ്ക്വയർ എന്ന് എഴുതാം. There are many such situations where even though the measures change, certain relation between them do not change. വേറെ ചില സിറ്റുവേഷൻസ് ഉണ്ട്, അവിടെ മെഷർമെന്റുകൾ ചേഞ്ച് ആണെങ്കിലും ചില കാര്യങ്ങൾ ചേഞ്ച് ആവത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് സെവറൽ ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് അയൺ. സോ അയൺ വെച്ച് എടുത്തിട്ടുള്ള ഒരുപാട് ഒബ്ജക്ട്സ് നിങ്ങൾ എടുത്താൽ their volume and weight will be different, but if we divide the weight by the volume, so വെയ്റ്റിനെ വോളിയം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ we get the same number as 7.8. സോ ഒരു അയണിന്റെ കാര്യത്തിലായി പറഞ്ഞിരിക്കുന്നത്, ഒരു അയൺ വെച്ചിട്ടുള്ള ഏതൊരു ഒബ്ജക്റ്റോ ഏതൊരു സിറ്റുവേഷനോ നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ വെയ്റ്റിനെയും അതിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7.8 ആയിരിക്കും എപ്പോഴും. സപ്പോസ് വെയിറ്റ് കൂടുകയാണെന്ന് വെച്ചോ, അതിനനുസരിച്ച് എന്തോ പറ്റും, വോളിയം കുറയും. വെയിറ്റ് കുറഞ്ഞാൽ വോളിയം കൂടും. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ഡെൻസിറ്റി ഓഫ്, സോ ഈ 7.8 എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ, ദിസ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് അയൺ. ഞാനിത് വായിക്കുവാണ്, ഈ സൈഡ് എഴുതാൻ സ്ഥലമില്ല. സോ ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. വാട്ട് ഡു യു മീൻ ബൈ ഡെൻസിറ്റി? ഇപ്പോൾ അത് അയണിൻ്റെ തന്നെ ആവണമെന്നില്ല, ഏതിൻ്റെ ആകാം. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം. ഇവിടെ വെയിറ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ വെയിറ്റ് ബൈ വോളിയം എന്ന് പറയുന്നു. സോ ഡെൻസിറ്റി ഈസ് വെയിറ്റ് ബൈ വോളിയം അല്ലെങ്കിൽ മാസ് ബൈ വോളിയം. സോ ഡെൻസിറ്റി, സോ വെയിറ്റും വോളിയവും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡെൻസിറ്റി ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് ഏതൊരു ഒബ്ജക്റ്റിനായാലും. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ അയണിന്റെ ഡെൻസിറ്റി 7.8 ആണ് അയണിന്റെ ഡെൻസിറ്റി, കോപ്പറിന്റെ ഡെൻസിറ്റി 8.9 ആണ്. സോ ഫോർ അയൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 7.8 തന്നെ ആയിരിക്കും, പക്ഷെ വെയിറ്റും വോളിയവും ചേഞ്ച് ചെയ്യാം. മനസ്സിലാവുന്നു? വെയിറ്റ് കൂടിയാൽ വോളിയം കുറഞ്ഞോണം, വെയിറ്റ് കുറഞ്ഞാൽ വോളിയം കൂടിക്കോണം, എന്നാൽ മാത്രമേ ഇത് ഇതേ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സിമിലർലി ഇവിടെ പറഞ്ഞിരിക്കുന്ന കോപ്പറിന്റെ കാര്യത്തിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 8.9 ആണ്. സോ അവിടെയും വെയിറ്റും വോളിയവും ചേഞ്ച് ചെയ്തോട്ടെ, പക്ഷെ കോപ്പറിന്റെ ഡെൻസിറ്റി എപ്പോഴും 8.9 ആയിരിക്കട്ടെ. കാര്യം എന്തുവാ, കോപ്പറിന്റെ ഡെൻസിറ്റി 8.9 ആണ്. മനസ്സിലാവുന്നോ? സോ ഇതിനെ നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുതാം. ഈ രീതിയിൽ നിങ്ങൾ എങ്ങനെ എഴുതാം? ഇപ്പൊ അയണിന്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ ബേസിക് ഈ ഒരു ഇക്വേഷനകത്തുള്ള ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു 7.8 into WB ഉണ്ടല്ലോ, എനിക്കതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ തന്നെ എഴുതി കാണിക്കാം.
ഞാൻ എഴുതാൻ പറ്റുന്നത് 7.8 ഈസ് ഈക്വൽ ടു W ബൈ വി. സോ W ഞാൻ അവിടെ നിലനിർത്തിക്കൊണ്ട് വി എ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്തോ കിട്ടും? W ഈസ് ഈക്വൽ ടു 7.8 ഇൻറ്റു വി. അതായി എഴുതിയിരിക്കുന്നത്. W ഈസ് ഈക്വൽ ടു 7.8 വി. സിമിലർലി കോപ്പറിന്റെ കാര്യത്തിൽ നമുക്ക് എഴുതാൻ പറ്റും W ഈസ് ഈക്വൽ ടു 8.9 വി. മനസ്സിലാവുന്നോ? ദാറ്റ്സ് ആൻ ഇക്വേഷൻ. ഈ 7.8 എന്ന് പറയുന്നത് ഇവിടെ എന്തുവാ? ഈ 7.8 എന്ന് പറയുന്നത് ഇത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി. ഈ 8.9 എന്തുവാ? ഡെൻസിറ്റി ആണ്. ഓർ ഐ കുഡ് സേ, ഞാൻ ഇവിടെ പറഞ്ഞാണെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. ഇനി വെയിറ്റ് എനിക്ക് എഴുതണമെങ്കിൽ ഞാൻ എന്ത് എഴുതും? വെയിറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി. ഇനിയുള്ളത് വി എനിക്ക് എഴുതണമെങ്കിലോ വി എഴുതണമെങ്കിൽ ഞാൻ വി എ ഇഞ്ഞു കൊണ്ടുവരും, ഡി എ ഇഞ്ഞ് താഴെ കൊണ്ടുവരും. സോ വി ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ഡി. മനസ്സിലായ പിള്ളേരെ? ആ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ല എങ്കിൽ താഴത്തെ ക്ലാസ്സുകളിൽ പോയി ഒന്നുകൂടെ പഠിക്കണം. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. അത് പലർക്കും ഡൗട്ട് കാണും. ബോറടിക്കുന്നവർ ക്ഷമിച്ച് ഒരേ പ്രാവശ്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഏതൊരു വാല്യൂ നിങ്ങൾ എക്സ് ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡ് ബൈ ഇസഡ് എന്ന് എഴുതിയെന്ന് വെച്ചോ. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക, സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ദിസ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ? സോ വൈ നിങ്ങൾക്ക് കണ്ടെത്തണം. y ഈസ് ഈക്വൽ ടു ഇസഡിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോകും, എക്സ് ഇസഡ്. സോ y ഈസ് ഈക്വൽ ടു എക്സ് ഇസഡ്. ഓക്കെ. ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക, ഇതിനകത്തുനിന്ന് ഇസഡിന്റെ വാല്യൂ എന്തോ? ഇസഡിന്റെ വാല്യൂ നീ കണ്ടുപിടിക്കണം. ഇസഡിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇസഡിനെ ഞാൻ ലെഫ്റ്റിൽ കൊണ്ടുപോകും. ഇസഡ് താഴെ ആയതുകൊണ്ട് ലെഫ്റ്റിൽ പോകുമ്പോൾ മേളിൽ പോകും. എക്സിനെ ഞാൻ ഇവിടുന്ന് ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇവ മേളിലായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ താഴെ വരും. ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നും നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കണ്ടെത്താം, വൈന്റെ വാല്യൂ കണ്ടെത്താം, ഇസഡിന്റെ വാല്യൂ കണ്ടെത്താം. അതേ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു W ബൈ വി ആണെങ്കിൽ അതിൽ നിന്ന് ഡബ്ല്യുവിന്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടെത്താം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വിയുടെ വാല്യൂ കണ്ടെത്താൻ W ബൈ ഡി. സോ ഇവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കുകയാണ് വെയിറ്റ് ഈസ് ഈക്വൽ ടു 7.8 ഇൻ ദ കേസ് ഓഫ് അയൺ, W ഈസ് ഈക്വൽ ടു 8.9 ഇൻ ദ കേസ് ഓഫ് കോപ്പർ. ഇതിന് പകരം ഇവർ ജനറലൈസ് ചെയ്ത് ഡെൻസിറ്റി കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. W ഈസ് ഈക്വൽ ടു dV. സോ ആദ്യത്തെ പേജ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. രണ്ടാമത്തെ പേജ് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാം. ഓക്കെ, താങ്ക് യു. ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോണം, ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്തോണം. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മെഷർ ചെയ്യണം, മെൻഷൻ ചെയ്യണം കമൻറ്റ് സെക്ഷനിൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് എഴുതണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ത് കാരണം, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു ഓൾ.